അതാണ് ഫർദർ എൻക്വയറി കൊണ്ട് ഗുണമുണ്ടാകുമെന്നുള്ള വിശ്വാസം ആളുകൾക്കിന്നില്ല. സർക്കാരിൽ ആളുകൾക്ക് വിശ്വാസമില്ല. കാരണം മുഖ്യമന്ത്രി ഈ പ്രതികളെ മുഴുവൻ സംരക്ഷിക്കുകയാണ്. ശശിയെ സംരക്ഷിക്കുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കുന്നു, ADGP ലോ ആൻഡ് ഓർഡറെ സംരക്ഷിക്കുന്നു. പിന്നീട് എന്ത് എൻക്വയറിയാണ് ഉണ്ടാകുന്നത്? ADGPയെ സംരക്ഷിക്കുന്നു എന്നുള്ളത് പുറത്ത് വന്ന ശേഷം പിന്നെ എന്ത് റിപ്പോർട്ടാണ് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്നത്? സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയില്ലേ? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ADGPക്ക് ക്ലീൻ ചിറ്റ് നൽകിയാൽ താഴെയുള്ള ഏത് ഉദ്യോഗസ്ഥനാണ് ADGPക്കെതിരായി റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ ഇതെല്ലാം ഒരു പ്രഹസനമാണ്. മുഖ്യമന്ത്രിക്ക് ADGPയുടെ പേരിൽ നടപടിയെടുക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് വ്യക്തം. ഈ സംരക്ഷണം എന്തുകൊണ്ടാണ് ഈ ADGPക്കും ശശിക്കും കിട്ടാത്തൊരു സംരക്ഷണം എന്താണ് EP ജയരാജന് കൊടുക്കാത്തത്? മുഖ്യമന്ത്രിയുടെ വളരെ അതാണ് നമ്മുടെ ചോദ്യം. EP ജയരാജൻ BJPയുടെ പ്രഭാരിയായ ജാവ്ദേക്കറെ കണ്ടു എന്നുള്ളതിൻ്റെ പേരിലാണല്ലോ അദ്ദേഹത്തെ പുറത്താക്കിയത്. എന്തുകൊണ്ട് ശശിക്കും ADGP ലോ ആൻഡ് ഓർഡറും കൊടുക്കുന്ന സംരക്ഷണം എന്തുകൊണ്ട് EP ജയരാജന് കൊടുക്കുന്നില്ല? ഈ ചോദ്യം ന്യായമാണ്. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ രണ്ടു പേർക്കും പൂർണ്ണമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത്. ഈ ഒരു കാര്യം കൂടെ, ട്രെയിനുകളിലൊക്കെ ഭയങ്കര തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വേണാട് എക്സ്പ്രസിൽ യാത്രക്കാരെ കൊഴിഞ്ഞു വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ കേരളിനെതിരെ സമരം നടത്തി അത് അട്ടിമറിക്കപ്പെട്ടതിൽ ഇപ്പോൾ കുറ്റബോധമുണ്ട്? ഒരു കുറ്റബോധവുമില്ല. അത് ചെയ്യേണ്ട മെമു സർവീസ് കൂടുതൽ ആരംഭിച്ചാൽ മതി. ഇപ്പോഴത്തെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക മാർഗം കൂടുതൽ മെമു ട്രെയിനുകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അത് സദേൺ റെയിൽവേ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കപ്പെടും. ഇപ്പോൾ ഈ റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ടാണ് പ്രധാനമായും. പിന്നെ ഓണം പോലെയുള്ള സീസണുകളാണ്. ഈ സീസണുകളിൽ സാധാരണ തിരക്കുണ്ടാകുന്നതാണ്. ആ സന്ദർഭത്തിൽ കൂടുതൽ ബോഗികൾ ഏർപ്പെടുത്തുകയോ മെമു സർവീസുകൾ ആരംഭിക്കുകയോ ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. കേരളയിൽ ഒരു കാരണവശാലും ആവശ്യമില്ല. അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞൊരു ആരോപണ വിധേയരായ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. മുകേഷ് എന്ന് പറയുന്ന MLA മാറ്റി നിർത്തി കഴിഞ്ഞാൽ അയാളുടെ ആരോപണം തെളിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള സംവിധാനം ഇല്ല. അതാണ് പാർട്ടി സെക്രട്ടറി അസംഘടിതമായി പറയുകയും ചെയ്തത്. ഇത്തരം നിലപാടുകൾ പണ്ടൊന്നും CPM എടുത്തിട്ടില്ലല്ലോ. നേരത്തെ ഇത്തരം പല കാര്യങ്ങളിലും CPM ഇതുപോലുള്ള നിലപാടല്ലോ സ്വീകരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ധാർമ്മികതയാണ്. CPMനും മുകേഷിൻ്റെയും ധാർമ്മികത. അത് ധാർമ്മികത ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അത് അവർ തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാം. അല്ല, അന്ന് പല MLA-മാരുടെ പേരിൽ ഉണ്ടായത് തെറ്റാണ് എന്ന് പിന്നീട് ആരാ ഒന്നും വന്നില്ല. അൻവർ സത്തന് അല്ല, അത് അവർക്ക് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുന്നത്. അത് അവരുടെ ധാർമ്മികതയെ അവരവർക്ക് വിട്ടുകൊടുക്കുകയാണ്. കോഴിക്കോട് പണം കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് CPM നടപടി സ്വീകരിച്ച പ്രമോദ് കോഴിക്കോട് അയാൾ പണം വാങ്ങിയില്ല എന്ന തരത്തിലുള്ള ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആരാണ് പണം വാങ്ങിയത് എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. ഏതോ ഒരു ഉന്നത CPM നേതാവ് കണ്ണൂരിൽ നിന്നുള്ള വ്യക്തി വാങ്ങിയെന്നാണ് ഇപ്പോൾ ഇന്ന് വാർത്ത ഉള്ളത്. അത് സത്യമാണോ എന്നുള്ളത് അന്വേഷണം. ഒരു അന്വേഷണം നടക്കുന്നില്ലല്ലോ. അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. ചെറിയൊരു കാര്യമല്ല. ഇടതുമുന്നണി ഭരണത്തിൻ്റെ കീഴിൽ PSC മെമ്പർ സ്ഥാനങ്ങൾ ലേലം വിളിക്കുകയാണ്. ഇത് ഒരു കാര്യം മാത്രം, നിരവധി കേസുകൾ ഇത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ആരാണ് പണം വാങ്ങിയത്? ആരാണ് ഈ ഉന്നത നേതാവ്? ഇത് പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. അതുപോലെ എനിക്കൊരു കാര്യം കൂടി പറയാം. നമ്മുടെ പൂക്കോട് സിദ്ധാർത്ഥൻ്റെ മരണവും കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്ന് സസ്പെൻഡ് ചെയ്ത ഡീൻ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നു. അത് വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. വളരെ ഈ കുറ്റകൃത്യത്തിന് മുഴുവൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ തിരിച്ചെടുക്കുന്നു? അത് തിരിച്ചെടുക്കുന്നത് ശരിയാണോ? അത് വളരെ അധാർമികമായ നടപടിയാണ്. അത് പുനഃപരിശോധിക്കണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാറ്. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി വന്നാൽ തീർച്ചയായിട്ടും ആൾ കൂടുമല്ലോ, സംശയം ഉണ്ടാകാൻ. അതുകൊണ്ടല്ലേ അവരിവിടെ മത്സരിക്കുന്നത്. ഇപ്പം